നമസ്കാരം. ഈ അടുത്ത കാലത്തായിട്ട് സ്ട്രോക്ക് വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന, വ്യക്തിയുടെ മാത്രമല്ല ഒരു ഫാമിലിയെ മുഴുവൻ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരവസ്ഥയാണിത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, സ്ട്രോക്ക് വരുന്നതിന് ഒരാഴ്ച മുമ്പേ അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പേ ശരീരം കാണിക്കുന്ന ചില ലക്ഷണത്തെക്കുറിച്ച്. എന്നാൽ ഞാൻ ഇന്ന് പറയുന്നത്, സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ കൂടെയുള്ള ആൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, കൂടെ താമസിക്കുന്ന ആൾക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചാണ്. വന്നു കഴിഞ്ഞാൽ ശരീരം പ്രകടിപ്പിക്കുന്ന വ്യക്തമായ ചില ലക്ഷണങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ഇത് വന്നു അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ഉടനെ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതേക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം 2 രീതിയാണെങ്കിലും ബ്രെയിനിലേക്കുള്ള രക്തപ്രവാഹത്തിന് തടസ്സം വരുന്നു, നോർമൽ രീതിക്ക് തടസ്സം വരുന്നു. രോഗിയെ സംബന്ധിച്ച് എന്താണ് വ്യക്തമായിട്ട് സംഭവിച്ചതെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം പ്രത്യേകിച്ചൊരു വേദന, അങ്ങനെ ഒരു കടുത്ത വേദന, ഇപ്പം ഹെമറേജിക് സ്ട്രോക്ക് ആണെങ്കിലും അങ്ങനെ ഒരു കടുത്ത വേദന വരുന്നില്ല. ഒരു തലവേദന പോലെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മന്ദത പോലെ, ഒരു കുഴച്ചിൽ പോലെ, അല്ലെങ്കിൽ കടുത്ത ക്ഷീണം പോലെ, അങ്ങനെയൊക്കെ ഓരോ ഫീലിങ്സ് ആയിരിക്കും പേഷ്യൻറ്റിന് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ ബ്രെയിനെ ബാധിച്ചിരിക്കുന്നത് കൊണ്ട് കൂടെ ഉള്ള ഒരാൾക്ക് എന്താണ് എനിക്ക് സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പേഷ്യൻറ്റിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടെ ഉള്ള ആളാണ് ഇത് മനസ്സിലാക്കി എടുക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ആ ബിഹേവിയറിൻ്റെ ആ മാറ്റം കണ്ടുകൊണ്ട് മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ കൂടെ താമസിക്കുന്ന ആൾക്ക് അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും പെരുമാറ്റം കാണുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അവർ സാധാരണ പോലെ അല്ല പെരുമാറുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ക്ഷീണം പോലെ, അല്ലെങ്കിൽ ഒരു തലവേദന പോലെ തോന്നും. അതുപോലെ ഈ രാത്രി കാലങ്ങളിൽ, അതുപോലെ ഏർലി മോർണിംഗ്, അതിരാവിലെ, ഈ സമയങ്ങളൊക്കെ ആയിരിക്കും ഇത് വരാനുള്ള പോസിബിലിറ്റി കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് ഈ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ തന്നെ അംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുക, എടുക്കുകയൊക്കെ വേണം എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ. അപ്പോൾ അവരുടെ പെരുമാറ്റത്തിനകത്ത് എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് കാണുവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കാൻ നോക്കണം. ആദ്യമായിട്ട് അവരോടൊന്ന് ചിരിക്കാൻ പറയുക. ചിരിക്കുമ്പോൾ ഒരു വശം കോടിപ്പോകുന്നൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ജസ്റ്റ് സംസാരിപ്പിക്കുക, എന്തെങ്കിലും പേര് ചോദിക്കുക, നിങ്ങളുടെ പേര് ചോദിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ട്രബിൾ സ്പീക്കിംഗ്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ എന്തെങ്കിലും ഇങ്ങനെ അക്കങ്ങൾ വിട്ട് പറയുന്നുണ്ടോ, അതുപോലെ തന്നെ സംസാരിക്കാൻ പ്രയാസമുണ്ടോ, ട്രബിൾ സ്പീക്കിംഗ്, എന്ത് ചെയ്യുമ്പോഴും ട്രബിൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ വാ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാൻ പറയുക, കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാൻ പറയുക. അതുപോലെ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് ഈ രീതിയിൽ നിൽക്കാൻ പറ്റുന്നോ എന്ന് നോക്കുക. നിൽക്കുമ്പം ഒരു വശം ഇങ്ങനെ താഴ്ന്നു പോന്നോ അല്ലെങ്കിൽ തളർന്നു പോന്നോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യാൻ പറയുക. ജസ്റ്റ് ഒന്ന് നടക്കാൻ പറയുക. നടക്കുന്ന സമയത്ത് ഒരു സൈഡ് ഇങ്ങനെ വേച്ച് പോകുന്നു നോക്കുക. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അങ്ങ് വ്യക്തമായിട്ടുള്ളൊരു ട്രബിൾ അവിടെ ഉണ്ടാകണമെന്നില്ല, പ്രത്യേകിച്ച് തുടക്കത്തിൽ. ഇപ്പം സ്ട്രോക്കിൻ്റെയൊക്കെ തുടക്കമാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ പേഷ്യൻ്റ് ചെയ്യും. എന്നാൽ പോലും അവർ കുറച്ച് ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നതെങ്കിലും ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് ഏതെങ്കിലും 1-2 കാര്യം നിങ്ങൾക്ക് വളരെ ട്രബിളായിട്ട് തോന്നുന്നെങ്കിൽ, നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രബിളായിട്ട് തോന്നുന്നെങ്കിൽ, ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ പേഷ്യൻറ്റിനെ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് ഇരുത്തുക എന്നുള്ളതാണ്. അവരെ നടക്കാൻ അനുവദിക്കാതെ എവിടെയെങ്കിലും ഒരിടത്ത് ഇരുത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഒട്ടും സമയം കളയാതെ, നമ്മൾ സ്വയം കൂടുതലായിട്ട് ചിന്തിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ സ്വയം, അല്ലെങ്കിൽ രോഗി പറയുന്ന ചില കളി, ചിലപ്പം ഒരുപക്ഷെ പേഷ്യൻ്റ് പറയും അവർക്ക് ഷുഗർ കുറഞ്ഞതാണ്, അല്ലെങ്കിൽ പ്രഷർ കൂടിയതാണ്, അല്ലെങ്കിൽ ആ ഗുളിക കഴിച്ചാൽ മതി, അല്ലെങ്കിൽ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഗുളികകൾ, ഇപ്പോൾ ആസ്പിരിൻ പോലുള്ള ഗുളികകൾ. എന്നാൽ ഈ സമയം നമ്മൾ അങ്ങനെയുള്ള ഒരു ടാബ്ലറ്റുകൾ നമ്മൾ സ്വയം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാരണവശാലും രോഗിയുടെ മുഖം കഴുകരുത്, വെള്ളം കുടിക്കാൻ കൊടുക്കരുത്, ഒന്നും ഈ തിന്നാനോ കഴിക്കാനോ ഒന്നും കൊടുക്കരുത്. അതുപോലെ ഈ സമയത്ത് കിടക്കുന്നതിനേക്കാൾ നല്ലത് ചാരിയിരിക്കുന്ന അവസ്ഥയാണ്. തല ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ചാരിയിരിക്കുന്ന ഒരവസ്ഥ.
എത്രയും പെട്ടെന്ന് ഈ പേഷ്യൻറ്റിനെ സ്കാൻ സൗകര്യമുള്ള ന്യൂറോളജിസ്റ്റുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്ട്രോക്ക് തന്നെ 2 തരത്തിൽ വരാറുണ്ട്. ഒന്ന് ഇസ്കീമിക്കും, മറ്റൊന്ന് ഹെമറേജിക്കും. അപ്പോൾ ഇസ്കീമിക് ആണെങ്കിൽ രക്തം കട്ട പിടിക്കുന്നു, ആ കട്ട പിടിച്ച രക്തത്തെ അലിയിച്ച് കളയണം. അപ്പോൾ അലിയിച്ച് കളയുന്ന മെഡിസിനാണ് അവിടെ കൊടുക്കേണ്ടത്. മറ്റൊന്ന് രക്തക്കുഴലിൽ ചെറുതായിട്ട് ആ പൊട്ടി ബ്ലീഡിങ് ഉണ്ടാവുകയാണ്. അപ്പോൾ ആ ബ്ലീഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇസ്കീമിക് സ്ട്രോക്കാണ് വന്നതെങ്കിൽ, എന്ന് വെച്ചാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന അവസ്ഥയാണ് ഉള്ളതെങ്കിൽ, ഒരു 3 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു 4 മണിക്കൂറിനുള്ളിലെങ്കിലും TPA മെഡിസിൻ കിട്ടുകയാണെങ്കിൽ ഇനിയും കൂടുതൽ ഡാമേജ് വരാത്ത രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നോർമൽ രീതിയിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഈ 2 തരത്തിലുള്ള സ്ട്രോക്കിനെ പറ്റി ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. കാരണം നമ്മൾ സെൽഫായിട്ടുള്ള ഒരു നിഗമനത്തിൽ അവിടെ എത്തരുത്. സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. കാരണം 2 സ്വഭാവമാണ്. ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും പാനിക് ആകരുത്. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം ഏറ്റവും അധികം കാണിക്കേണ്ട ഒരവസ്ഥയാണിത്. എന്നുവെച്ചാൽ നമ്മൾ കൂടുതലായിട്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടുതൽ നമ്മുടേതായിട്ടുള്ള നിഗമനത്തിലേക്കും അല്ലെങ്കിൽ സംസാരത്തിലേക്കും അല്ലെങ്കിൽ കൂടുതൽ പരീക്ഷണത്തിലേക്കും ഒന്നും എത്തേണ്ട കാര്യമില്ല. കാരണം ഇത് ഏത് ഭാഗത്താണ്, ഒന്നാമത്തെ കാര്യം ഇത് അറിയേണ്ട, ഒന്നാമത്തെ ഒരു കാര്യം അറിയേണ്ടത് ഇസ്കീമിക് ആണോ അതോ ഹെമറേജിക് സ്ട്രോക്ക് ആണോ, ഇതിൽ ഏത് ടൈപ്പാണ് വന്നതെന്ന് അറിയാനായിട്ട് സ്കാൻ ചെയ്തെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് വന്നതിന് ശേഷം, ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മുടെ ബ്രെയിനിലെ കോശങ്ങൾ ഡാമേജ് ആയിക്കൊണ്ടേയിരിക്കുവാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ബ്ലഡ് ഫ്ലോ ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം കറക്റ്റ് ആക്കണം. ആകാത്തിടത്തോളം കാലം ടിഷ്യൂസ് ഡാമേജ് ആയിക്കൊണ്ടേയിരിക്കുവാണ്. കാരണം ഒരു 80-85% ഇസ്കീമിക് സ്ട്രോക്കാണ് വരാൻ പോസിബിലിറ്റി കൂടുതൽ. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ TPA മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ, ആ ബ്ലഡിൻ്റെ ക്ലോട്ടിനെ അലിയിച്ച് കളയുന്ന ആ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ ഒരു സാധാരണ നിലയിലേക്ക് തന്നെ ആ പേഷ്യൻറ്റിനെ നമുക്ക് എത്തിക്കാൻ പറ്റും. അധികം നാളൊന്നും, കൂടുതൽ നാളൊന്നും ഹോസ്പിറ്റലൊന്നും കിടക്കാതെ, അല്ലെങ്കിൽ കൂടുതൽ നാൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നടക്കാതെ സാധാരണ ജീവിതത്തിലേക്ക് ആ വ്യക്തിക്ക് വരാൻ പറ്റും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.